ഇപ്പോൾ മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും സ്വന്തം ആത്മാവിനെയും, ആത്മാവ് എന്ന് പറയുന്ന അഗ്നിയെയും, അത് കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചാഗ്നിയെയും എന്ന് പറഞ്ഞാൽ അതാണ് ഈ അഞ്ചഗ്നികൾ എന്ന് പറയുന്നത്. ഒന്ന് മാതാവ്, രണ്ട് പിതാവ്, മൂന്ന് ഗുരു, അടുത്തത് ആത്മാവാണ്, ഓരോരുത്തരുടെയും ആത്മാവ്. നാലാമത്തെ അഗ്നിയാണത്. അഞ്ചാമത്തെ അഗ്നി എന്ന് പറയുന്നത് ഒരിക്കലും നാശമില്ലാത്ത പ്രപഞ്ചാഗ്നിയാണ് അഞ്ചാമത്തെ അഗ്നി. ഈ അഞ്ച് അഗ്നികൾക്ക് നടുവിലുള്ള തപസ് എന്ന് പറഞ്ഞാൽ അതിന് സമാനമായ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണോ മാതാവിനെ നിഷേധിക്കുന്നത്, ആരാണോ പിതാവിനെ നിഷേധിക്കുന്നത്, ആരാണോ ഗുരുവിനെ നിഷേധിക്കുന്നത്, ആരാണോ സ്വന്തം ആത്മാവിനെ, സ്വന്തം സത്യസന്ധതയെ അല്ലെങ്കിൽ സ്വന്തം ഉണ്മയെ നിഷേധിക്കുന്നത്, ഈ പ്രപഞ്ചാഗ്നിയെ നിഷേധിക്കുന്നത്, അത്തരം ആളുകൾ ആ ഒരു നരകത്തീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരനുഷ്ഠിക്കേണ്ട തപസ്സിനെയാണ് പഞ്ചാഗ്നി മധ്യേ തപസ് എന്ന് പറയുന്നത് കേട്ടോ. അതിന് സമാനമാണ് ഈ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ജസ്റ്റിസ് ബദറുദ്ദീനാണ്.